നമസ്കാരം, എല്ലാവർക്കും നെറ്റോസ് ഓൾ അബൌട്ട് മണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ യു കെയിൽ എത്തുന്ന എല്ലാവരും തന്നെ നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ചേട്ടാ ഏത് അക്കൗണ്ടാണ് തുടങ്ങേണ്ടത്, ഏത് ബാങ്കാണ് നല്ലത്, ഏത് ബാങ്കിനാണ് ലോണൊക്കെ കിട്ടുന്നത് എളുപ്പമുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പുതിയതായിട്ട് ഈ രാജ്യത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംശയങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് യു കെയിൽ നമുക്ക് ഏത് ബാങ്ക് അക്കൗണ്ടാണ് തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ യു കെയിലേക്ക് ഒരുപാട് പ്രതീക്ഷയോടു കൂടിയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളും സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ, നമുക്ക് ഏത് ബാങ്ക് അക്കൗണ്ടാണ് തുടങ്ങേണ്ടത്, അതിന് പ്രത്യേകിച്ച് നമുക്ക് ഒരു കറക്റ്റായിട്ടുള്ള ആൻസർ പറയാനൊക്കെ അത് ടോട്ടലായിട്ട് ഡിപ്പെൻഡ്സ് ഓൺ അവർ സിറ്റുവേഷൻ ആണ്. അപ്പോൾ യു കെയിലെ ബാങ്ക് അക്കൗണ്ടുകൾ പ്രധാനമായിട്ട് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഹൈ സ്ട്രീറ്റ് ബാങ്കുകൾ, അതായത് മിക്ക ടൗണുകളിലും അവർക്ക് ഫിസിക്കലായിട്ടുള്ള ബ്രാഞ്ച് ഉള്ള ബാങ്കുകളാണ് ഹൈ സ്ട്രീറ്റ് ബാങ്കുകൾ എന്ന് അറിയപ്പെടുന്നത്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് ബാർക്ലേസ്, നേഷൻ വൈഡ്, ലോയിഡ്സ്, ഹാലിഫാക്സ്, HSBC, അങ്ങനെ കുറേ ഉണ്ട്. ഹൈ സ്ട്രീറ്റ് ബാങ്കുകൾ കഴിഞ്ഞാൽ അടുത്തതെന്ന് പറഞ്ഞാൽ ഓൺലൈൻ ബാങ്കുകളാണ്. അതായത് അതിന് ഓൺലൈൻ മാത്രമേ പ്രസൻസ് ഉള്ളൂ, നമുക്ക് ഫിസിക്കലായിട്ട് ബ്രാഞ്ചിൽ ചെന്ന് പൈസ എടുക്കാനോ അങ്ങനെയുള്ള ഫെസിലിറ്റികളൊന്നും അതിലില്ല. അങ്ങനെയുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫസ്റ്റ് ഡയറക്റ്റ് തന്നെയാണ്. യു കെയിലെ ടോപ്പ് 1 ആണത്. യു കെയിലെ ടോപ്പ് റേറ്റിംഗ് ഉള്ള ബാങ്കാണ് ഫസ്റ്റ് ഡയറക്റ്റ് ബാങ്ക്. HSBCയുടെ ഭാഗമായിട്ടുള്ളൊരു ഗ്രൂപ്പാണത്. പക്ഷേ അതിന് ഓൺലൈൻ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തത് മോൺസോ. ഇപ്പോൾ ഒരുപാട് യു കെയിലേക്ക് വരുന്ന മിക്കവരും യൂസ് ചെയ്യുന്നത് മോൺസോയാണ് ഫസ്റ്റ് വരുന്നത്, കാരണം അത് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ. പിന്നെ റിനോൾട്ട്, അങ്ങനെ ഒരുപാട് ഓൺലൈൻ ബാങ്കുകൾ. ചെയ്സ്, ഇപ്പം ഒരുപാട് പേർക്ക് ഒരുപാട് ഓഫർ കിട്ടുന്ന ഒരു ബാങ്കാണ് ചെയ്സ്. ഞാനിപ്പോൾ അത് ഓപ്പൺ ചെയ്തു. ചെയ്സ് നല്ലൊരു ഓപ്ഷനാണ്, കാരണം നമ്മൾ ആദ്യത്തെ ഒരു വർഷം എത്ര രൂപ അതിനകത്ത് സ്പെൻഡ് ചെയ്താലും അതിൻ്റെ 1% അവർ ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്ക് തരുന്നുണ്ട്. അതായത് 100 പൗണ്ട് നമ്മൾ ചിലവാക്കുമ്പോൾ നമുക്ക് 1 പൗണ്ട് തിരിച്ചു തരുന്നുണ്ട്. അതൊരു നല്ല ഓപ്ഷൻ തന്നെയാണ് ചെയ്സിൻ്റെത്. അപ്പോൾ നമുക്ക് ഇനി വിശദമായിട്ട് ഏത് ബാങ്ക് സെലക്ട് ചെയ്യണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ യു കെയിലേക്ക് ആദ്യമായിട്ട് വരുന്നവർക്ക് ഏറ്റവും ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ നോക്കുന്ന ഒരു ബാങ്കാണ് മോൺസോ. കാരണം നമ്മുടെ അഡ്രസ് പ്രൂഫ് കൊടുക്കാതെ തന്നെ നമ്മുടെ BRP കാർഡ് കിട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്ന ഒരു അക്കൗണ്ടാണ് മോൺസോ അക്കൗണ്ട്. സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. മോൺസോയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നമ്മളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക, അതിനുശേഷം നമ്മുടെ പാസ്പോർട്ട് സ്കാൻ ചെയ്യുക, നമ്മളുടെ ഒരു സെൽഫി എടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോൺസോ അക്കൗണ്ട് ഓപ്പണായി കിട്ടും. അതിന് 5 ദിവസം കൊണ്ട് അതിൻ്റെ കാർഡ് നമുക്ക് കിട്ടും. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഓൺലൈൻ ബാങ്കിങ്ങും കാർഡ് ഡീറ്റെയിൽസും എല്ലാം നമുക്ക് കിട്ടും. കൂടാതെ നമുക്ക് 5 ദിവസം കഴിയുമ്പോൾ ഫിസിക്കൽ കാർഡ് കിട്ടുമ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ യു കെയിലേക്ക് ആദ്യം വരുന്നവർ ഏറ്റവും ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ നോക്കുന്നത് മോൺസോ തന്നെയാണ്. അത് ഒരു ഓൺലൈൻ ബാങ്കാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫിസിക്കലായിട്ട് ബ്രാഞ്ചിൽ പോയി ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനോ അല്ലെങ്കിൽ കുറച്ച് ക്യാഷ് വിഡ്രോ ചെയ്യാനോ ഒന്നും സാധിക്കുകയില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഏത് ലൊക്കേഷനിലാണ് പോകേണ്ടത്? ഇപ്പോൾ നമ്മുടെ ലൊക്കേഷനിൽ നമ്മൾ ഇപ്പോൾ ഓൺലൈൻ ബാങ്കിങ് എടുത്തു കഴിഞ്ഞു, നമ്മളൊരു സ്ഥലത്ത് നമ്മൾ താമസം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മളുടെ ടൗണിൽ നമുക്ക് നിയറസ്റ്റ് ആയിട്ട് ഏത് ബ്രാഞ്ചാണ് ഓപ്പൺ ആയിട്ടുള്ളതെന്ന്. കാരണം ഇപ്പോൾ യു കെയിലെ ഈ ഹൈ സ്ട്രീറ്റ് ബാങ്കുകളുടെ ബ്രാഞ്ചസ് എല്ലാം ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾ താമസിക്കുന്നതിന് അടുത്തുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ബാങ്ക് ഏതാണ് ഉള്ളതെന്ന് നോക്കുക. അപ്പോൾ അവിടെ ഒരു ലോയിഡ്സ് ബാങ്ക് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ടൊരു ലോയിഡ്സ് ബാങ്കിൻ്റെ അക്കൗണ്ട് തുടങ്ങുക. അവിടെ ഇല്ലാത്ത ഒരു ബാങ്കിൻ്റെ അക്കൗണ്ട് തുടങ്ങിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അന്നേരം നമുക്ക് വെറും ഓൺലൈൻ ബാങ്കിങ് പോലെ നടക്കുകയുള്ളൂ. കാരണം നമുക്ക് ഫിസിക്കലായിട്ട് പോയി എന്തെങ്കിലും ഒരു ആവശ്യം അവിടുന്ന് നേടിയെടുക്കാൻ സാധിക്കില്ല. കാരണം നമുക്കിപ്പോൾ വിസ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഒറിജിനൽ വേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ നമുക്ക് എളുപ്പം ഹൈ സ്ട്രീറ്റ് ബാങ്കുകളാണ്. ഹൈ സ്ട്രീറ്റ് ബാങ്കുകളിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് പിന്നെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. നമ്മളുടെ ഐഡൻറ്റിഫിക്കേഷനോടൊപ്പം തന്നെ അഡ്രസ് പ്രൂഫും കാണിക്കേണ്ടതാണ്. അതായത് ഇന്ത്യൻ പാസ്പോർട്ട് വെച്ചാണ് നമ്മൾ അവിടെ ഒരു അക്കൗണ്ട് തുടങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ ഒരു അഡ്രസ് പ്രൂഫ് ചോദിക്കും. നമുക്ക് ഏതെങ്കിലും ഒരു അഡ്രസ് പ്രൂഫ്, വോട്ടർ ബില്ലോ, ഇലക്ട്രിസിറ്റി ബില്ലോ, അങ്ങനെ ഏതെങ്കിലും കൗൺസിൽ ടാക്സ് ബില്ലോ ഏതെങ്കിലും നമ്മൾ അതിൻ്റെ കൂടെ കൊടുക്കേണ്ടി വരും. പക്ഷേ നമുക്കിപ്പോൾ ഈ വർഷം തൊട്ട് BRP കാർഡ് ഉണ്ടെങ്കിൽ ഹൈ സ്ട്രീറ്റ് ബാങ്കുകളിലും അഡ്രസ് പ്രൂഫ് കൊടുക്കാതെ തന്നെ നമുക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അന്നേരം നമ്മളിവിടെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് BRP കിട്ടുന്നവരെ നമുക്ക് മോൺസോയോ ഒക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ഒരു ഹൈ സ്ട്രീറ്റ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക. ഈ ഹൈ സ്ട്രീറ്റ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയാൽ നമുക്ക് അതിനകത്ത് ഓൺലൈനും കിട്ടും, അതുപോലെ തന്നെ ഡയറക്റ്റുള്ള ഫെസിലിറ്റീസ് എല്ലാം കിട്ടുന്നതാണ്. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒരു അറ്റ്ലീസ്റ്റ് 2-3 അക്കൗണ്ട്സ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടേക്കുക. കാരണം നമുക്ക് ഏതെങ്കിലും ഒരു ബാങ്കിൽ അക്കൗണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റത് യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ 2-3 അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഇട്ടിരിക്കുക. അത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഓപ്ഷൻസ്, പിന്നെ ഈ ഹൈ സ്ട്രീറ്റ് ബാങ്കുകളുടെയും ഈ ഓൺലൈൻ ബാങ്കുകൾക്കും എല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്. നമുക്ക് നമ്മളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടത് കറണ്ട് അക്കൗണ്ടാണ്. അതായത് നമ്മുടെ സാലറി ലഭിക്കുന്നതിനും നമ്മളുടെ ഡെയിലി എക്സ്പെൻസിനും ഒക്കെ യൂസ് ചെയ്യേണ്ടത് കറണ്ട് അക്കൗണ്ടാണ്. ഇപ്പോൾ നമ്മളുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് NRI അക്കൗണ്ട്, നോർമൽ അക്കൗണ്ട് അങ്ങനെയുണ്ട്.
പക്ഷേ ഇവിടെ അങ്ങനെയില്ല. ഇവിടെ എല്ലാം തന്നെ ഒറ്റ അക്കൗണ്ട് തന്നെയാണ്. ആ അക്കൗണ്ടിൽ തന്നെ നമുക്ക് വിദേശത്തേക്ക് പൈസ അയക്കാം, വിദേശത്ത് പൈസ സ്വീകരിക്കാം, ഡെപ്പോസിറ്റ് നടത്താം, അങ്ങനെ എല്ലാം ചെയ്യാൻ ഒക്കുന്നതാണ്. പിന്നെ നമുക്കൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിലെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ലോങ് നമ്പറാണ്. ആ നമ്പർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടുത്തെ ഒരാൾക്ക് മണി ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പൈസ കിട്ടണമെങ്കിൽ 2 കാര്യങ്ങളാണ് നിർബന്ധമായിട്ട് വേണ്ടത്. അത് ഒന്ന് സോർട്ട് കോഡ് എന്ന് പറയും, രണ്ടാമത്തത് അക്കൗണ്ട് നമ്പർ എന്ന് പറയും. ഈ സോർട്ട് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 ഡിജിറ്റ് നമ്പറാണ്. അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞാൽ 8 ഡിജിറ്റ്സ് നമ്പർ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പൈസ ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ പൗണ്ട് നമുക്ക് റിസീവ് ചെയ്യാനോ സാധിക്കുകയുള്ളൂ. എന്നിട്ട് നമ്മൾ നമ്മുടെ പേയ്മെൻറ്റ് ഓപ്ഷനിൽ പോകുമ്പോൾ അവിടെ ചോദിക്കുന്നത് കാണാം നെയിം, സോർട്ട് കോഡ്, അക്കൗണ്ട് നമ്പർ. അപ്പുറം മാറരുത്. സോർട്ട് കോഡ് എന്ന് പറഞ്ഞാൽ 6 ഡിജിറ്റ്, അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞാൽ 8 ഡിജിറ്റ് നമ്പർ. ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ യു കെയിൽ അറിഞ്ഞിരിക്കേണ്ടത്. നമുക്കൊരു മണി ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് പൈസ സ്വീകരിക്കുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ വിദേശത്താണ് പൈസ സ്വീകരിക്കേണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഐബാൻ നമ്പർ കൊടുക്കാം. അത് നമ്മുടെ അക്കൗണ്ട് നമ്പർ, സോർട്ട് കോഡ്, ബാങ്കിൻ്റെ ഒരു കോഡ് കൂടെ ചേർത്ത് ഒരു നമ്പറായിരിക്കും. അത് നമ്മുടെ ഓൺലൈൻ ബാങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കറണ്ട് അക്കൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അവിടെ പല ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ബേസിക് അക്കൗണ്ടുകൾ. ഈ ബേസിക് അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാർഡ് കിട്ടും, അതിന് ഫീസ് ഉണ്ടാവുകയില്ല, നമുക്ക് ഡയറക്റ്റ് ഡെബിറ്റ്, സ്റ്റാൻഡിങ് ഓർഡർ, അങ്ങനെ നോർമൽ ട്രാൻസാക്ഷൻസ് എല്ലാം നടത്താൻ സാധിക്കും. പക്ഷേ അതിന് പ്രത്യേക മറ്റ് ഫെസിലിറ്റികളൊന്നും കാണുകയില്ല. അതിന് ഓവർ ഡ്രാഫ്റ്റോ അങ്ങനെയുള്ള ഫെസിലിറ്റികളൊന്നും കാണുകയില്ല. രണ്ടാമത്തേത് പറഞ്ഞാൽ പാക്കേജ് അക്കൗണ്ട്സ് ആണ്. അതായത് നമുക്ക് അതിനകത്ത് കുറച്ചധികം ഓപ്ഷൻസ് തരും. ചിലത് ഫ്രീ ആണ്. നമുക്ക് ഒരു നിശ്ചിത തുക എല്ലാ മാസവും ആ അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഫ്രീ ആകും. അല്ലെങ്കിൽ ഒരു 2 പൗണ്ടോ 3 പൗണ്ടോ അതിന് കൊടുക്കേണ്ടി വരും നമ്മൾ നിശ്ചിത തുക അക്കൗണ്ടിൽ ഇട്ടില്ലെങ്കിൽ. പിന്നെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 10-17 രൂപ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവർ നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് നമുക്ക് തരും ഫ്രീ ആയിട്ട്. അതായത് മൊബൈൽ ഫോൺ ഇൻഷുറൻസ്, ട്രാവൽ ഇൻഷുറൻസ്, പിന്നെ അതുപോലെ തന്നെ കുറച്ചധികം ഓപ്ഷൻസ് നമുക്ക് ഫ്രീ ആയിട്ട് തരും. അതിന് പാക്കേജ് അക്കൗണ്ട്സ് എന്ന് പറയും. അതിന് ഏകദേശം 17 പൗണ്ട് തൊട്ടാണ് പല ബാങ്കുകളിലും മുകളിലോട്ട് പോകുന്നത്. അന്നേരം നമ്മളത് എടുക്കുമ്പോൾ നമുക്ക് ബ്രേക്ക് ഡൗൺ കവറുകൾ, നമുക്ക് ട്രാവൽ ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, ഫോൺ ഇൻഷുറൻസ്, അങ്ങനെ പല ഓപ്ഷൻസ് നമുക്ക് അതിനകത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അന്നേരം നിങ്ങൾ ഇപ്പോൾ യു കെയിലേക്ക് വരുമ്പോൾ നിങ്ങളൊരു ബേസിക് അക്കൗണ്ട് മാത്രം തുടങ്ങിയാൽ മതി. പിന്നെ എൻ്റെ ഒരു സജഷൻ, നിങ്ങളൊരു അക്കൗണ്ട്, ഒരു ഹൈ സ്ട്രീറ്റ് ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങുക. അത് പെർമനൻ്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക. അതൊരിക്കലും സ്വിച്ച് ചെയ്യാൻ യൂസ് ചെയ്യരുത്. നിങ്ങൾക്കറിയാലോ യു കെയിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് പൈസ കിട്ടും ഇവിടെ. അപ്പോൾ നമ്മൾ ഒരിക്കലും സ്വിച്ച് ചെയ്യാതെ ഒരു അക്കൗണ്ട്, നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു അക്കൗണ്ട്, ഹൈ സ്ട്രീറ്റ് ബാങ്കിൽ ക്രിയേറ്റ് ചെയ്ത ഒരു അക്കൗണ്ട് സൂക്ഷിക്കുക. ബാക്കി അക്കൗണ്ടുകൾ മാത്രം ക്ലോസ് ചെയ്യുക, സ്വിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ യു കെയിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ നമ്മൾക്ക് ഏതാണ് സൗകര്യം, നമുക്ക് നിയറസ്റ്റ് ആയിട്ട് ബ്രാഞ്ചുള്ള ഒരു അക്കൗണ്ട് തുടങ്ങാൻ ശ്രമിക്കുക. അതുകൂടാതെ തന്നെ ഓൺലൈൻ ബാങ്ക് അക്കൗണ്ടുകളും പിന്നെ ഇങ്ങനെ നമുക്ക് റിവാർഡ് അക്കൗണ്ടുകളുണ്ട്. അതായത് നമ്മൾ ആ അക്കൗണ്ട് വഴി നമ്മൾ മാസം നമ്മുടെ കൗൺസിൽ ടാക്സോ ഇലക്ട്രിസിറ്റി ബില്ലോ ഒക്കെ അടച്ചാൽ അതിൻ്റെ നിശ്ചിത ശതമാനം നമുക്ക് തിരിച്ചു തരുന്നത്. അതിന് 123 സറ്റാറ്ററിൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ട്, നാറ്റ്വസ്റ്റിൻ്റെ ഒരു റിവാർഡ് അക്കൗണ്ട് ഉണ്ട്. ഇതിലൊക്കെ നമ്മൾ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് അവർ 1%, 2% റിവാർഡായിട്ട് നമുക്ക് തരും. എന്നാൽ അങ്ങനെയുള്ള ഓപ്ഷൻസും എടുക്കാൻ നോക്കുക. നിങ്ങൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ എടുത്ത് നിങ്ങൾ ഇലക്ട്രിസിറ്റി ബില്ല്, ഗ്യാസ് ബില്ലൊക്കെ അതുവഴി അടയ്ക്കാൻ ശ്രമിക്കുക. അന്നേരം മാസം ഒരു 5 പൗണ്ടോ 6 പൗണ്ടോ നമുക്ക് ലഭിക്കുന്നതാണ്. അത് കൂടാതെ തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ചേസിൻ്റെ ഒരു അക്കൗണ്ട് തുടങ്ങുക. ചേസിൻ്റെ അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ യൂസ് ചെയ്താലും, പെട്രോൾ അടിക്കാനായാലും, നമ്മൾ ഷോപ്പിംഗ് മോളിൽ സാധനം മേടിച്ചാലും, നമ്മൾ ഫുഡ് മേടിച്ചാലും എല്ലാത്തിനും തന്നെ 1% നമുക്കത് ക്യാഷ് ബാക്ക് തരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു 100 പൗണ്ട് ചിലവാക്കുമ്പോൾ 1 പൗണ്ട് തിരിച്ച് കിട്ടുന്നതാണ്. ഒരു വലിയ തുകയല്ല, പക്ഷേ നമ്മളൊരു വർഷമായിട്ട് കണക്ക് കൂട്ടുമ്പോൾ ഒരു നല്ല തുകയായിട്ട് വരും. അപ്പോൾ ഇത്രയുമാണ് യു കെയിലെ ബാങ്ക് അക്കൗണ്ടുകളെ കുറിച്ച് പ്രധാനമായിട്ട് അറിയാൻ സാധിക്കും. ഇത്രയുമാണ് യു കെയിലെ ബാങ്ക് അക്കൗണ്ടുകളെ കുറിച്ച് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഈ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങാൻ നമുക്ക് ഫിസിക്കലി ബ്രാഞ്ചിൽ പോകണമെന്നില്ല. നമുക്ക് BRP കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഹൈ സ്ട്രീറ്റ് ബാങ്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.